പോക്സോ കേസ് അതിജീവിതയുടെ പിതാവിനെതിരെ കേസെടുത്തതിൽ എറണാകുളത്ത് കോൺഗ്രസ് പ്രതിഷേധം. കടവന്ത്ര പോലീസ് സ്റ്റേഷൻ ഉപരോധിച്ചാണ് DCC പ്രസിഡന്റ് മുഹമ്മദ് ഷിയാസിന്റെ നേതൃത്വത്തിൽ പ്രതിഷേധിക്കുന്നത്. 9 വയസ്സുള്ള മകൾക്ക് നേരെ നടുറോഡിൽ ലൈംഗിക അതിക്രമം നടത്തിയയാളെ പിടികൂടി പോലീസിലേൽപ്പിച്ച പിതാവിനെ കള്ളക്കേസിൽ കൊടുക്കാൻ ശ്രമമെന്ന പരാതിയിലാണ് ഈ പ്രതിഷേധം. നിതിൻ സേവ്യറാണ് വിവരങ്ങൾ നൽകാനുള്ളത്. നിതിൻ, ഈ പരാതി എത്രത്തോളം ഗൗരവത്തിലാണ് കോൺഗ്രസ് എടുത്തിരിക്കുന്നത്? നൗഫല്, കഴിഞ്ഞ മാസം നവംബർ 25-ാം തീയതിയാണ് ഈ സംഭവം നടക്കുന്നത്. അന്ന് ഈ കുട്ടി വീടിന് സമീപമുള്ള റോഡിൽ അനിയത്തിയുമൊത്ത് സൈക്കിൾ ഓടിക്കുകയായിരുന്നു. അപ്പോഴാണ് അങ്ങോട്ടേക്ക് ഈ പ്രതിയായ 17 വയസ്സുകാരൻ എത്തുകയും ഈ പെൺകുട്ടിയെ സൈക്കിൾ ചവിട്ടാൻ പഠിപ്പിക്കാമെന്ന് പറഞ്ഞുകൊണ്ട് ഈ പെൺകുട്ടിക്ക് നേരെ ലൈംഗിക അതിക്രമം നടത്തുകയും ചെയ്തത്. അപ്പോൾ തന്നെ ഈ പെൺകുട്ടി ഓടി വന്ന് വീട്ടിൽ വന്ന് പിതാവിനോടും മാതാവിനോടും കാര്യം പറയുകയും പിതാവ് ഈ പെൺകുട്ടിയെയും കൂട്ടി ബൈക്കിൽ ഇത്തരത്തിൽ ഈ സ്ഥലത്തേക്ക് എത്തുകയായിരുന്നു. അങ്ങനെ അവർ നടത്തിയ പരിശോധനയിൽ ഈ കുട്ടി ഈ പ്രതിയെ തിരിച്ചറിയുകയും ഈ പിതാവ് തന്നെ ഈ കുട്ടിയുടെ പ്രതിയുടെ മാതാപിതാക്കളെ വിളിച്ചു വരുത്തിയ ശേഷം ഈ കുട്ടിയെ 17 വയസ്സുകാരനെ പോലീസ് സ്റ്റേഷനിൽ എത്തിക്കുകയായിരുന്നു. അന്ന് പോലീസ് കേസെടുത്ത് കുട്ടിയെ അറസ്റ്റ് ചെയ്തു. പിന്നീട് 2 ദിവസത്തിന് ശേഷം കുട്ടി ആശുപത്രിയിലേക്ക്, പരിക്കുകളുണ്ടെന്ന് പറഞ്ഞ് ആശുപത്രിയിലേക്ക് മാറുകയും ജാമ്യം ലഭിക്കുകയും ചെയ്യുകയായിരുന്നു. അതിനുശേഷമാണ് ഈ 17 വയസ്സുകാരൻ ഈ പെൺകുട്ടിയുടെ അതിജീവിതയുടെ പിതാവിനെതിരെ പരാതി നൽകുന്നത്. അതായത് തന്നെ മർദ്ദിച്ചു എന്ന് പറഞ്ഞൊരു പരാതി നൽകുന്നു. ആ പരാതിയിലാണ് കടവന്ത്ര പോലീസ് ഈ പിതാവിനെതിരെ കേസെടുക്കുന്നത്. ഈ 17 വയസ്സുകാരനെ മർദ്ദിച്ചു എന്ന പേരിൽ പിതാവിനെതിരെ പോക്സോ കേസെടുക്കുന്നു. അതിനെ തുടർന്നാണ് ഇപ്പോൾ ഇത്തരത്തിലൊരു ഉപരോധത്തിലേക്ക് പോകുന്നത്. ഇതിൽ പ്രധാനമായും ഈ പിതാവ് തന്നെ നമ്മളോട് രാവിലെ സംസാരിച്ചപ്പോൾ പറഞ്ഞത് ഇതിൽ പാർട്ടി പ്രവർത്തകർ ഇടപെട്ടുവെന്നും 5 ലക്ഷം രൂപ തുടക്കത്തിൽ തന്നെ തനിക്ക് വാഗ്ദാനം ചെയ്തു. ഈ പിതാവ് ഒരു CPM സ്വന്തം സഹചാരിയാണ് എന്നാണ് കോൺഗ്രസ്സുകാർ പറയുന്നത്. അപ്പോൾ അത്തരത്തിലൊരു CPMകാരൻ്റെ മകന് തന്നെ, അല്ലെങ്കിൽ CPMകാരുടെ മക്കൾക്ക് തന്നെ ഇത്തരത്തിൽ ഇറങ്ങി നടക്കാൻ പറ്റാത്തൊരവസ്ഥ, അത് ഒതുക്കി തീർക്കാൻ CPMും പോലീസും ഇടപെടുന്നു എന്ന പേരിലാണ് ഇപ്പോൾ ഈ കടവന്ത്ര സ്റ്റേഷനിലെ പോലീസുകാർ ഈ കേസ് ഒതുക്കി തീർക്കാൻ ശ്രമിച്ചു എന്നാരോപിച്ചാണ് കോൺഗ്രസ് ഇവിടെ ഉപരോധം നടത്തുന്നത്. നേരത്തെ ഈ പിതാവ് കമ്മീഷണർക്ക് പരാതി നൽകിയിരുന്നു. അതിന് പിന്നാലെയാണ് ഇപ്പോൾ കോൺഗ്രസും ഇത്തരത്തിലൊരു പ്രതിഷേധത്തിലേക്ക് ഇവിടെ എത്തുന്നത് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. DCC പ്രസിഡന്റ് മുഹമ്മദ് ഷിയാസ് ഇവിടെയുണ്ട്. നമുക്ക് ഇത്തരത്തിലൊരു പ്രതിഷേധത്തിലേക്ക് ഇവിടെ വരാനുള്ള സാഹചര്യം ഉണ്ടായിരുന്നു. 9 വയസ്സുള്ള ഒരു കുട്ടിക്ക് നീതി നിഷേധിച്ചു എന്ന് മാത്രമല്ല, CPMന്റെ സമ്മർദ്ദത്താൽ പണം വാഗ്ദാനം ചെയ്ത് പരാതി പിൻവലിക്കുന്നില്ല എന്ന് കണ്ടപ്പോൾ ആ കുട്ടിയുടെ പിതാവിനെതിരായി കള്ളക്കേസെടുത്ത്, നോൺ ബെയിലബിൾ കേസെടുത്ത്, ആ കുട്ടിയെ പീഡിപ്പിച്ച ആ പയ്യനെ ആക്രമിച്ചു എന്ന് പറഞ്ഞ് കേസെടുത്ത് ഇയാളെ ജയിലിലടക്കാനുള്ള ശ്രമമാണ് പോലീസാണ്. അപ്പം നമ്മുടെ നാട്ടിൽ ആർക്ക് നീതി ലഭിക്കുക? അതും ഒരു CPM പ്രവർത്തകന്റെ മകൾക്കാണ് ഈ ദാരുണമായിട്ടുള്ള അനുഭവം ഉണ്ടായത്. 9 വയസ്സുള്ള ഒരു കുഞ്ഞിനെയാണ് ഈ പീഡിപ്പിച്ചത്. എന്ത് നാടാണിത്? അത് സംരക്ഷിക്കുന്ന പോലീസാണ്. അത് സംരക്ഷിക്കാനായിട്ട് പണം വാഗ്ദാനം ചെയ്യാനും അത് സംരക്ഷിക്കാനും കേസ് പിൻവലിക്കാനും സാവകാശം കൊടുത്ത് അതിന് എല്ലാ ഒത്താശയും ചെയ്തു കൊടുക്കുന്ന പോലീസാണ്. അപ്പോൾ എന്ത് സംവിധാനമാണ് കേരളത്തിലുള്ളത്? ഇത് ജനമൈത്രി പോലീസ് സ്റ്റേഷനാണ്. ഈ ജനമൈത്രി പോലീസ് സ്റ്റേഷനിലാണ് ഈ തെമ്മാടിത്തരം മുഴുവൻ നടക്കുന്നത്. അത് കുറെ കാക്കിയിട്ട ഉദ്യോഗസ്ഥന്മാരും പണം വാങ്ങുക, എല്ലാ കേസുകളും ഒത്തുതീർക്കുക. പാർട്ടിക്കാരും പോലീസും ചേർന്ന് ഇത് ഒതുക്കി തീർക്കാൻ ശ്രമിച്ചു എന്നാണോ? അതാണല്ലോ ആ കുട്ടിയുടെ പിതാവ് പറഞ്ഞത്. 5 ലക്ഷം രൂപ വാഗ്ദാനം ചെയ്തു പാർട്ടിക്കാർ വന്ന്. ആ പരാതി കൊടുത്തിട്ട് ആ പീഡിപ്പിച്ച പയ്യനെതിരെ കേസെടുക്കാൻ പോലീസ് ആദ്യം തയ്യാറായില്ല. ആദ്യത്തെ FIR നിങ്ങൾ പരിശോധിക്കുക, ആ പയ്യന്റെ പേരില്ല. ഈ പിതാവ് തന്നെ ആ പയ്യനെ ഓൺ ദ സ്പോട്ടാണ് പിടിച്ചു കൊടുക്കുന്നത്. പോലീസിന് പിടിച്ചു കൊടുത്ത് ഇവിടെ ആളെ കൊണ്ടുവന്നിട്ട് അയാൾ പരാതി പറഞ്ഞിട്ട് CCTV ദൃശ്യം കൊടുത്തിട്ട് എന്തുകൊണ്ടാണ് പോലീസിന് കേസെടുക്കാൻ കഴിയാതിരുന്നത്? അപ്പോൾ പോലീസ് ഇത് മനഃപൂർവ്വം CPM പ്രവർത്തകന്റെ മക്കളാണ്, CPMകാരാണ് എന്നുള്ള രീതിയിൽ ഇത് വച്ച് താമസിപ്പിച്ച് ഈ കേസ് എങ്ങനെയെങ്കിലും തീർപ്പാക്കുക, അതിന് പണം 5 ലക്ഷം രൂപ വാഗ്ദാനം ചെയ്യുക ഈ പീഡിപ്പിക്കപ്പെട്ട കൊച്ചിന്റെ പിതാവിന്. അപ്പൊ ഇതൊക്കെ നമ്മുടെ നാട്ടിലല്ലേ? അപ്പൊ പോലീസിന് ഇതെല്ലാം അറിയാം. ഇതെല്ലാം ചെയ്യുന്നത് പോലീസാണ്. അപ്പൊ നമ്മളിത് അറിഞ്ഞൊരു കേസാണ്. അറിയാത്ത എത്ര കേസുകൾ ഇവിടെ ഉണ്ടാകും? ഈ സ്റ്റേഷനുമായി ബന്ധപ്പെട്ട് എത്ര ആരോപണങ്ങൾ വന്നിട്ടുണ്ട് കടവന്ത്ര സ്റ്റേഷനുമായി ബന്ധപ്പെട്ട്. അപ്പൊ അതുകൊണ്ട് ഇത് ഗൗരവമായി പരിശോധിക്കേണ്ട ഒന്നാണ്. കോൺഗ്രസ് വലിയ പ്രതിഷേധം ഇക്കാര്യത്തിൽ ഉയർത്തും. നീതി ലഭിക്കേണ്ടത് ഒരു CPM പ്രവർത്തകനാണ്. ആ ഒരു മര്യാദയെങ്കിലും സംസ്ഥാന സർക്കാർ കാണിക്കുമോ എന്ന് അറിയട്ടെ. മുഖ്യമന്ത്രിയും ഈ ഭരണകൂടവും കാണിക്കുമോ എന്ന് അറിയണ്ടേ? ജനിച്ച നാളിതുവരെ വോട്ട് ചെയ്യാനുള്ള അവകാശമുണ്ടായ സമയം മുതൽ CPMന് വോട്ട് ചെയ്ത ഒരു പ്രവർത്തകന്റെ മകൾക്കാണ് ഈ ദാരുണമായിട്ടുള്ള അനുഭവം ഉണ്ടായത്. ഇത് രാഷ്ട്രീയമല്ല. ഒരു പിഞ്ചു കുട്ടിയെ പീഡിപ്പിച്ച ഒരു പയ്യനെ രക്ഷപ്പെടുത്താൻ CPMും പോലീസും ചേർന്ന് ശ്രമിച്ചു. ഏറ്റവും അവസാനം പിതാവിനെതിരെ കള്ളക്കേസെടുത്തു.
പോലീസ് പിൻവലിക്കട്ടെ, കേസ് പിൻവലിക്കട്ടെ, എടുത്ത കേസ് പിൻവലിക്കട്ടെ, കേസ് എടുത്ത ഉദ്യോഗസ്ഥന്മാർക്കെതിരെ നടപടി സ്വീകരിക്കട്ടെ, എന്നിട്ട് നമുക്ക് ആലോചിക്കാം. നൗഫൽ, അതാണ് കോൺഗ്രസിന്റെ ആവശ്യം. പിതാവിനെതിരെ എടുത്ത കേസ് പിൻവലിക്കണം, ഒപ്പം തന്നെ ഈ കേസ് ഒതുക്കി തീർക്കാൻ ശ്രമിച്ച പോലീസുകാർക്കെതിരെ നടപടിയെടുക്കണമെന്ന ആവശ്യവുമായാണ് കോൺഗ്രസ് ഇത്തരത്തിൽ ഇവിടെ ഉപരോധം നടത്തുന്നത്. രാവിലെ നമ്മൾ ഈ കുട്ടിയുടെ പിതാവുമായി സംസാരിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത് ഈ പോക്സോ കേസ്, തന്റെ മകൾക്കെതിരായ ലൈംഗിക അതിക്രമ കേസ്, അത് ഒതുക്കി തീർക്കാൻ അല്ലെങ്കിൽ അത് ദുർബലപ്പെടുത്താനുള്ള ശ്രമമാണ് ഇത്തരത്തിൽ തനിക്കെതിരെ പോക്സോ കേസ് എടുത്തിരിക്കുന്നതാണ് ഈ പിതാവും പറയുന്നത്. ഏതായാലും ഇതിൽ വലിയ പ്രതിഷേധത്തിലേക്ക് പോകുന്നു എന്ന് തന്നെയാണ് കോൺഗ്രസ് തീരുമാനിക്കുന്നത്. യെസ്, വളരെ ന്യായമായ ഒരു ആവശ്യത്തിനുള്ള സമരമാണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. 9 വയസ്സുള്ള മകൾക്ക് നേരെ നടുറോഡിൽ ലൈംഗിക അതിക്രമം നടത്തിയയാളെ പിടികൂടി പോലീസിൽ ഏൽപ്പിച്ച പിതാവിനെ കള്ളക്കേസിൽ കൊടുക്കാൻ ശ്രമമെന്ന പരാതിയാണ് ഉയർന്നിരിക്കുന്നത്. ഈ പരാതിയിലാണ് ഇപ്പോൾ കോൺഗ്രസ് കടവന്ത്ര പോലീസ് സ്റ്റേഷനിൽ പ്രതിഷേധം നടത്തുന്നത്. വിവരങ്ങളാണ് നിതിൻ സേവ്യർ നൽകിയത്.